ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024 ജൂലൈ സെക്ഷനിലോട്ടുള്ള രജിസ്ട്രേഷൻ ജൂൺ 15 മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഈ വർഷം 28ഓളം UG PG പ്രോഗ്രാമുകളിലോട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. UG കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. BCom, BBA, BCA, ഹഫ്സൽ ഉലമ, അറബിക്, BA അറബിക്, BA മലയാളം, BA ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. PG പ്രോഗ്രാംസ് വരുന്നത് MCom, MA അറബിക്, MA മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ 28 കോഴ്സുകളിലോട്ടാണ് നിങ്ങൾക്ക് ജൂൺ 15 മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. കൂടാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. LDesk എന്നാണ് ആപ്പിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.sgou.ac.in ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡോക്യുമെൻ്റ് വേണ്ടത് SSLC, +2, TC നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് മുമ്പ് പഠിച്ചവരൊക്കെയാണ് TC മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടും. പിന്നെ ID പ്രൂഫ്, അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ചാൽ മതി. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങളുടെ സിഗ്നേച്ചറും വേണം. ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്. ഫീസ് വരുന്നത് BA BCom പ്രോഗ്രാം ആണെങ്കിൽ അഡ്മിഷൻ ഫീ 350 രൂപയാണ് വരുന്നത്. പിന്നെ അഫിലിയേഷൻ ഫീ 350 രൂപ, മെട്രിക്കുലേഷൻ ഫീ 120 രൂപ, എലിജിബിലിറ്റി ഫീ 250 രൂപ, ട്യൂഷൻ ഫീസ് വരുന്നുണ്ട് 2760 രൂപയാണ്. ടോട്ടൽ ഒരു സെമസ്റ്ററിന് നിങ്ങൾക്ക് 3830 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ BBA ആണെങ്കിൽ അഡ്മിഷൻ ഫീ 350 രൂപ, അഫിലിയേഷൻ ഫീ 350 രൂപ, മെട്രിക്കുലേഷൻ ഫീ 120 രൂപ, എലിജിബിലിറ്റി ഫീ 250 രൂപ, ട്യൂഷൻ ഫീ വരുന്നത് 3560 രൂപയാണ്. ടോട്ടൽ ഒരു സെമസ്റ്ററിന് ഫീസ് വരുന്നത് 4630 രൂപയാണ് വരുന്നത്. പിന്നെ PG പ്രോഗ്രാമിലേക്ക് പോവുകയാണെങ്കിൽ MA MCom ആണെങ്കിൽ അഡ്മിഷൻ ഫീ പ്രോസ്പെക്ടസ് ഫീയും കൂടെ 400 രൂപ വരുന്നുണ്ട്. അഫിലിയേഷൻ ഫീസും 400 രൂപ, മെട്രിക്കുലേഷൻ ഫീ 120, എലിജിബിലിറ്റി ഫീ 250 രൂപ, ട്യൂഷൻ ഫീ വരുന്നത് 3400 രൂപ വരുന്നുണ്ട്. ഒരു സെമസ്റ്ററിന് 4570 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻ്റൊക്കെ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നാഷണൽ കോളേജ് അമ്പലത്തറയാണ് വരുന്നത്. കൊല്ലത്തുള്ളവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ ഡയറക്റ്റ് പോകാൻ പറ്റും. പത്തനംതിട്ട ഉള്ളവരാണെങ്കിൽ IHRD കോളേജിലാണ്. ആലപ്പുഴ ഉള്ളവർക്ക് അമ്പലപ്പുഴ ഗവൺമെൻറ് കോളേജിലാണ് സെൻറ്റർ വരിക. കോട്ടയത്തുള്ളവർക്കാണെങ്കിൽ ഗവൺമെൻറ് കോളേജ് നട്ടക്കം, ഇടുക്കിയിലുള്ളവർക്കാണ് കട്ടപ്പനയിലെ ഗവൺമെൻറ് കോളേജിലാണ്. എറണാകുളം ഉള്ളവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വരുന്നത് തൃശ്ശൂരുള്ളവർക്കാണ് അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് കൊണ്ടുപോയാൽ മതി. പാലക്കാടുള്ളവർക്ക് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്ററിൽ പോകാൻ പറ്റും. മലപ്പുറത്തുള്ളവർക്ക് മലപ്പുറം ഗവൺമെൻറ് കോളേജിലാണ് കൊണ്ടുപോകേണ്ടത്. കോഴിക്കോടുള്ളവരാണെങ്കിൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ ഉണ്ട്. അതുകൂടാതെ മീൻചന്ത ആർട്സ് കോളേജിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വരുന്നത് വയനാടാണ്. വയനാട് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജ് കൊണ്ടുപോയാൽ മതി. കണ്ണൂർ റീജിയണൽ സെൻറ്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോവുക. കാസർഗോഡാണെങ്കിൽ വിദ്യാനഗറിൽ ഗവൺമെൻറ് കോളേജ് ഉണ്ട്, അവിടെ കൊണ്ടുപോകണം. കൂടാതെ SC ST അതേപോലെ OAC കാറ്റഗറി പെടുന്ന കുട്ടികൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായി വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സിനൊക്കെ UGC അപ്രൂവൽ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ കോഴ്സിനും UGC അപ്രൂവൽ ഉണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. പിന്നെ ഈക്വലൻസിയുടേതാണ് ചോദിക്കുന്നത് എല്ലാവരും. ഈക്വലൻസിയുടെ ആവശ്യം വരുന്നില്ല. കേരളത്തിന് ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈക്വലൻസിയുടെ ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിലാണ് കേരളത്തിൽ നിന്ന് നിങ്ങൾ ഈക്വലൻസി വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും അതേപോലെ അതാത് ഡിസ്ട്രിക്റ്റിലുള്ള റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം.
കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, റിപ്ലൈ ചെയ്യാം.